ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സായി സച്ചരിതം 4-ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ആദ്യം ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യണം. ശ്രീ മഹാഗണപതിക്ക് വന്ദനം, സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജിനും പരംദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരംപൊരുളാം സദ്ഗുരു ശ്രീ സത്യസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. എല്ലാ ദിവസവും പറയുന്നത് തുടങ്ങുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്. അത് ആ വിധത്തിൽ തന്നെ നമുക്ക് അങ്ങോളം തുടരാം. അപ്പം ഇന്നലെ 3-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത്, നമ്മൾ പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് ഊന്നുവടിയായി പ്രവർത്തിക്കും. നമ്മൾക്ക് ഏതൊരു ആപത്ഘട്ടത്തിലും ബുദ്ധിമുട്ടുള്ള അവസരപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഭഗവാന്റെ സഹായം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. നമ്മൾ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല, എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന്. അങ്ങനെ ഭഗവാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതിയിൽ കൂടി ആയിരിക്കും നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. അത് നമുക്ക് തന്നെ മനസ്സിലാവുകയില്ല. ഭഗവാന്റെ സഹായം എങ്ങനെയാണ് ഓരോരാൾക്കും ലഭിച്ചിട്ടുള്ളത് എന്ന് ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാവില്ല. ഭഗവത്ഗീതയിലെ അതിൻ്റെ ധ്യാനത്തില് പ്രധാനമായിട്ട് പറയുന്ന ഒരു 4 വരി: മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. മൂകനെ വാചാലനാക്കുന്നു, മുടന്തനെ മലകയറ്റുന്നു. ഏതൊരു ദേവന്റെ കൃപ കൊണ്ടാണോ കഴിയുന്നത് ആ പരമാനന്ദ സ്വരൂപനായ ദേവന് ആരാ? ഷിർദിസായി ആണെങ്കിൽ ഷിർദിസായി, ശ്രീകൃഷ്ണനാണെങ്കിൽ ശ്രീകൃഷ്ണൻ, ശ്രീരാമനാണെങ്കിൽ ശ്രീരാമൻ, പരദേവതയാണെങ്കിൽ പരദേവതയെ ഞാൻ വന്ദിക്കുന്നു. അത് ഭഗവത്ഗീതയിലെ പ്രശസ്തമായ വരികളാണ്. അത് തന്നെയാണ് സായി സച്ചരിതത്തിലും ഭഗവാൻ സായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനെ അത്രമാത്രം നമ്മൾ സ്നേഹിക്കുക, അത്രമാത്രം നമ്മൾ ഭഗവാനെ അനുസരിക്കുക, ഭഗവാൻ പറയുന്ന ആ രീതിയിൽ നടക്കുവാൻ നമുക്ക് സാധിക്കണം. ലൗകിക ജീവിത സാഗരത്തിൽ നീന്തി തുടിച്ച് ക്ലേശിക്കുന്നവർക്കുള്ള വഴിവിളക്കാണ് സായീശ്വരന്റെ അമൃത കഥകൾ. ലൗകിക ജീവിത സാഗരത്തിൽ നീന്തി തുടിച്ച് ക്ലേശിക്കുന്നവർക്കുള്ള വഴിവിളക്കാണ് സായീശ്വരന്റെ അമൃത കഥകൾ. നമ്മളൊക്കെ ലൗകിക ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ലൗകിക ജീവിതത്തിൽ ധാരാളം ക്ലേശങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള ഒരു വഴിവിളക്ക് പോലെ സായി സച്ചരിതം, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇവയൊക്കെ
ഒരു വഴിവിളക്ക് പോലെ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. സായി ഈശ്വരന്റെ അമൃത കഥകളും അപ്രകാരം തന്നെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ എവിടെയായാലും എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയവാസിയാണ്. ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങളിലും ഞാനുണ്ട്. മനസ്സിലായ? ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങളിലും ഞാനുണ്ട്. ഭഗവാൻ ശ്രീ സത്യസായി പറഞ്ഞു കൊടുത്തതാ. ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങളിലും ഞാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നെ ഈ രൂപത്തിൽ ആണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. എല്ലാ ജീവികളിലും, സമസ്ത ജീവികളിലും, മനുഷ്യന്മാർ മാത്രമല്ല, സർവജീവികളിലും, ഉറുമ്പ് മുതൽ ആന വരെ ഉള്ള എല്ലാ ജീവികളിലും ഞാനുണ്ട്, ഞാനാണ് വസിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അത് തന്നെയല്ലേ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അവ്യക്തം വ്യക്തിമാപന്നം മന്യതേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ അവ്യയമനുത്തമം. നാശരഹിതവും അത്യന്തം ഉത്തമവുമായ എൻ്റെ പരംഭാവം അറിയാത്ത ബുദ്ധിഹീനന്മാർ മനുഷ്യനെപ്പോലെ ജനിച്ച ഒരു വ്യക്തിയായി എന്നെ കരുതുന്നു. മനസ്സിലാകാത്ത ആൾക്കാർ ഭഗവാനെ മനുഷ്യനെപ്പോലെ ജനിച്ച ഒരാളായിട്ട് കരുതുന്നു. ഭഗവാൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. എന്നെ നിങ്ങൾ അങ്ങനെ കരുതണ്ട. ഞാൻ സമസ്ത ജീവജാലങ്ങളിലും അവരുടെ ഹൃദയവാസിയായിട്ട് ഞാനാണ് വസിക്കുന്നത്. ഏതൊരു ജീവജാലങ്ങളിൽ കാണുമ്പോൾ നമ്മളിലുള്ള അതേ ഭഗവാൻ തന്നെ, അതേ ചൈതന്യം തന്നെയാണ് ആ ജീവജാലങ്ങളിലും ഉള്ളത് എന്നത് നമ്മൾ ഓർമ്മിക്കണം. ഭഗവത്ഗീതയിലുള്ള അത് തന്നെയാണ് സായി സച്ചരിതത്തിൽ ഭഗവാൻ ശ്രീ സത്യസായി ഹേമത് പാന്തിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നേ. സായീശ്വരന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് ഒരു കഥ. അങ്ങനെയാണല്ലോ നമുക്ക് കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ കഥകൾ അത്യാവശ്യമാണ്. ജീവിതത്തിൽ നടന്ന കഥകളാ, സായീശ്വരന്റെ ജീവിതത്തിൽ നടന്നതാ പ്രത്യക്ഷമായിട്ട്. ഭാഗവതത്തിലും നമ്മൾ കേൾക്കുന്നത് പോലെ, അല്ലേ? അതുപോലെ തന്നെയാണ് സായി സച്ചരിതത്തിലും ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഒരു കഥ നമ്മൾ മനസ്സിലാക്കണം, കേൾക്കണം. സാധാരണ സംഭവമാണ്. രോഹിലൻ തടിച്ചു കൊഴുത്തരുണ്ട തന്നിഷ്ടക്കാരൻ, ഒരു തന്നിഷ്ടക്കാരനായ ഒരു വ്യക്തി. ആ വ്യക്തിന്റെ പേര് രോഹിലൻ. പാദത്തോളം നീണ്ടുകിടക്കുന്ന കഫിനിയാണ് അയാളുടെ വേഷം. അയാളുടെ വേഷം പാദത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കഫിനിയാണ്. സായീശ്വരനെ കുറിച്ച് കേട്ട് ഷിർദിയിൽ എത്തിയതാണ് രോഹിലൻ. ഷിർദി സായീശ്വരന്റെ സംഭവം കേട്ടിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഷിർദിയിൽ വന്നതാണ് രോഹിലൻ എന്ന തന്നിഷ്ടക്കാരൻ. പ്രഥമ ദർശനത്തിൽ തന്നെ അയാൾ സായിയിൽ ആകൃഷ്ടനായി. അങ്ങനെ ബാബയോടൊപ്പം മസ്ജിദിൽ താമസവും തുടങ്ങി. രോഹിലൻ എവിടുന്നോ വന്ന ഒരാൾ, സ്വഭാവപരമായിട്ട് അയാൾ ഒരു തന്നിഷ്ടക്കാരനാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു വ്യക്തി, ആരും വകവെക്കാതെ. സായീശ്വരനെ കാണാൻ വേണ്ടി അദ്ദേഹം ഷിർദിയിൽ വന്നു. തന്നിഷ്ടക്കാരനായിക്കോട്ടെ, സായീശ്വരനെ കണ്ടപാടെ അദ്ദേഹം സായീശ്വരനിൽ അത്രമാത്രം ആകൃഷ്ടനായി. അദ്ദേഹം താമസവും സായിയോടൊപ്പം ആ മസ്ജിദിൽ തന്നെ താമസിക്കുവാൻ തീരുമാനിച്ചു. അയാൾക്ക് തോന്നുമ്പോഴെല്ലാം ഖുറാനിൽ നിന്നുള്ള പ്രാർത്ഥന ചൊല്ലും. തോന്നുമ്പോൾ എല്ലാം, ഇന്ന സമയം എന്നൊന്നുമില്ല. അയാൾക്ക് തോന്നുമ്പോഴെല്ലാം പ്രാർത്ഥന ചൊല്ലും. ഖുറാനിലുള്ള വരികൾ ഇങ്ങനെ ഉറക്കെ ചൊല്ലും. ഉറക്കെയാണ്. കർണകഠോരമാണ് ആ സ്വരം. കർണകഠോരമാണ്, ഭയങ്കര. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ കഠോരമായി തോന്നാം അദ്ദേഹത്തിൻ്റെ സൗണ്ട്. അലറുക തന്നെയാണെന്ന് പറയാം. പകൽ മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഷിർദിയിലെ ഗ്രാമവാസികൾ. ഷിർദിയിലെ ഗ്രാമവാസികൾ പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. രാത്രി ആണ് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നുറങ്ങാൻ സമയത്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കർണകഠോരമായ ആ പ്രാർത്ഥന. കുറേ സമയം അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഖുറാനിലെ ഏതാനും വരികൾ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഷിർദിക്ക് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാർക്ക്
അത് ഒരു ബുദ്ധിമുട്ടായി തോന്നി. അവരും വിചാരിച്ച് സായീശ്വരനും ബുദ്ധിമുട്ടുണ്ടാവൂലേ, ഉറക്കവും മറ്റു ഉള്ള സമയത്ത് അത് ബുദ്ധിമുട്ടാക്കൂലേ എന്നുള്ളൊരു തോന്നിച്ച അവർക്കുമുണ്ട്. അതുകൊണ്ട് അവർ പരാതിയുമായി സായിയുടെ സമീപം എത്തി. രോഹിലൻ മുൻകോപി മാത്രമല്ല, പ്രാർത്ഥന ചൊല്ലുന്നതിൽ സായീശ്വരന്റെ പിന്തുണയുമുണ്ട്. അതോടെ അയാൾക്ക് അഹങ്കാരമായി. സായീശ്വരന്റെ നല്ല സപ്പോർട്ടുണ്ട് രോഹിലൻ തന്നിഷ്ടക്കാരനാണെന്നറിയാം. അയാൾ പ്രാർത്ഥന ഇടക്കിടക്കേ ഇങ്ങനെ ചൊല്ലും. രാത്രിയാവുമ്പോൾ നിശബ്ദമായ അന്തരീക്ഷമാകുമ്പോൾ ഉറക്കെ ചൊല്ലും. അത് ചുറ്റുപാടുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് കർണകഠോരമായി തോന്നി. അവർ പരാതിയുമായി സായീശ്വരന്റെ അടുക്കി എത്തി. അവർ ജനങ്ങൾ പരാതിയുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ രോഹിലൻ അവരെ ചീത്ത പറയാനും തുടങ്ങി. പിന്നെ വേറെ എന്തെങ്കിലും വേണം. ഗ്രാമവാസികൾ കരുണാമയ്യായ മാതാവിനെ സായീശ്വരനെ സായിബാബയെ സായീശ്വരി എന്നും അവർ വിളിക്കാറുണ്ട്. ഒരു മാതാവിനെ പോലെ കരുതാറുണ്ട്. നമുക്കറിയാം മാതാവിന്റെ സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ ഒരമ്മ മക്കളെ ഏത് പ്രകാരത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അതേ പ്രകാരത്തിൽ തന്നെയാണ് സായീശ്വരൻ അദ്ദേഹത്തിന്റെ ആ ഗ്രാമവാസികളെയും അദ്ദേഹത്തിൻ്റെ അടുക്ക വരുന്ന ആൾക്കാരെയും ഒക്കെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് സായീശ്വരിന്റെ അടുക്ക പോയി പരാതി പറഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ സായി അത് ശ്രദ്ധിച്ചതേയില്ല. രോഹിലിനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞപ്പോൾ സായീശ്വരൻ അത് ശ്രദ്ധിച്ചതേ ഇല്ല. രോഹിലിനെ ആരും ഉപദ്രവിക്കരുത്, എനിക്ക് പ്രിയപ്പെട്ടവനാണവൻ, സായി പറഞ്ഞതാ അവരോട്. പരാതിപ്പെടാൻ വന്ന ഒരു കൂട്ടം ആൾക്കാരോട് സായി പറഞ്ഞ്, നിങ്ങൾ രോഹിലിനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല, എനിക്ക് അവനെ വളരെ പ്രിയപ്പെട്ടവനാണ്, അത് നിങ്ങളൊന്നും അവനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അവന്റെ ഭാര്യ കലഹക്കാരിയ, രോഹിലന്റെ ഭാര്യ കലഹക്കാരിയ. അവൾ ഇവിടെയും വരും, ഞങ്ങളെ ഉപദ്രവിക്കും, ഭയങ്കരിയ അവൾ. പക്ഷെ രോഹിലന്റെ അലറിയുള്ള പ്രാർത്ഥന കേട്ടാൽ അവർ ഭയന്ന് വിരളും. അപ്പൊ ഭാര്യ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയാണ് രോഹിലൻ ഉറക്കെ കർണകഠോരമായ ശബ്ദത്തിൽ ഖുറാനിലെ വരികൾ ഉച്ചരിക്കുന്നത് എന്ന് ബാബ പറഞ്ഞു. സായിബാബ അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഇവൻ അനങ്ങാണ്ടിരുന്നാൽ ഇവന്റെ ഭാര്യ ഭയങ്കരിയാന്ന്, അവൾ ഇവിടെ വരും, അവൾ ഇവിടെ വന്നാല് നമുക്കിവിടെ താമസിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് ഭാര്യ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത്ര ഉറക്കെ അലർന്ന്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കണം. കുറച്ച് സമയം അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അവൻ ഇറങ്ങിക്കോളും, പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല, ഇതിനകത്ത് കടക്കുകയില്ല, ഇവന്റെ ഒച്ച കേട്ടാൽ അവൾ ഇങ്ങോട്ട് വരൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമാധാനമായി കഴിയുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവൻ ക്ഷീണിക്കും, ശബ്ദം തനിയെ താഴും, നിങ്ങൾക്ക് സ്വസ്ഥതയും ലഭിക്കും. അതോടെ ഗ്രാമവാസികൾ വിചാരിച്ച് നമ്മൾ പരാതിപ്പെട്ടത് സായീശ്വരനും കൂടി അതൊരു വിഷമം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പരാതിപ്പെട്ടത്. നോക്കുമ്പോൾ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ സായീശ്വരന് യാതൊരു പരാതിയുമില്ല. സായീശ്വരൻ രോഹിലനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ വിചാരിച്ച് ഇനി നമ്മൾക്ക് പറയണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ ആൾക്കാരും തിരിച്ചുപോയി. അവർ പിന്തിരിഞ്ഞു. ബാബയുടെ വാക്കുകൾ രോഹിലിന് അതിയായ പ്രോത്സാഹനമായി മാറി. അയാൾ അത്യുത്സാഹത്തോടെ തന്റെ പതിവ് തുടർന്നു. തൊണ്ട പൊട്ടി തകരും വിധം അവൻ ഉറക്കെ പ്രാർത്ഥന അലറിച്ചൊല്ലി എന്നാ പറഞ്ഞേ. ഗ്രാമീണരുടെ കാമ്പില്ലാത്ത പരാതിയേക്കാൾ രോഹിലന്റെ ഈശ്വരസ്തുതി ബാബ അംഗീകരിക്കുകയായിരുന്നു. രോഹിലൻ ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നുണ്ടെങ്കിലും വേറെ ഒന്നുമല്ലല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഖുറാനിലുള്ള പ്രാർത്ഥനയാന്നല്ലോ ഉറക്കെ ചൊല്ലുന്നത്. അപ്പൊ സായീശ്വരനെ അത് കേൾക്കാൻ വളരെ ഇഷ്ടമായി. പ്രാർത്ഥന ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടമായി. അതുകൊണ്ട് അവരെ പരാതിനേക്കാളും അദ്ദേഹത്തിന് ഇഷ്ടമായത് രോഹിലന്റെ കർണകഠോരമായിട്ട് അദ്ദേഹം അലറിക്കൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അയാൾ അത്യുത്സാഹത്തോടെ ആ പതിവ് തുടർന്നു. ഗ്രാമീണരുടെ കാമ്പില്ലാത്ത പരാതിയേക്കാൾ രോഹിലന്റെ ഈശ്വരസ്തുതി ബാബ അംഗീകരിക്കുകയായിരുന്നു. ഭാവമാണ് ഈശ്വരന് പ്രധാനം. ഭാവമാണ് ഈശ്വരന് പ്രധാനം. നമ്മളെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉള്ള ആ ഭാവം, എന്തെങ്കിലും ഒരു ചിന്തയിൽ പ്രാർത്ഥന ചൊല്ലുകയല്ല. ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ചെലുത്തിക്കൊണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാതെ, വേറെ ഒരു കാര്യത്തിലും ചിന്ത പോവാതെ, ചിന്തേനെ പൂർണ്ണമായി ഭഗവാനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന.
അങ്ങനെ ചൊല്ലുന്ന പ്രാർത്ഥന. രോഹിലൻ സാധു കഷ്ടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടു പോകുന്നയാൾ അവിവാഹിതൻ. കണ്ട, രോഹിലൻ അവിവാഹിതൻ. ബാബ അവരോട് എന്താ പറഞ്ഞേ? രോഹിലന്റെ ഭാര്യ ഭയങ്കരിയാണ് അല്ലേ, അവൾ ഇവിടെ വരും, അവൾ ഇവിടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കും, അവൾ ഇയാളുടെ ഉറക്കെയുള്ള കർണകഠോരമായി ചൊല്ലുന്ന ഈ പ്രാർത്ഥന കേട്ടാൽ അവൾ അവിടെ വരൂല. അതുകൊണ്ടാണ് രോഹിലൻ ഇത്ര ഉറക്കെ ചൊല്ലുന്നേ. അതുകൊണ്ട് നിങ്ങൾ അതിൽ പരാതിപ്പെടണ്ട. എനിക്ക് ഇവന്റെ പ്രാർത്ഥന വളരെ ഇഷ്ടമാണ്, നിങ്ങൾ പരാതിപ്പെടേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോ. കുറച്ച് ഇവൻ ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവൻ മെല്ലനെ നിർത്തിക്കോളൂ. അങ്ങനെ പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കുകയത്. ഇപ്പൊ ബാബ പറയുന്നത് രോഹിലൻ അവിവാഹിതനാണ് എന്ന്, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇയാളെ ഭാര്യനെ കുറിച്ച് ബാബ എന്തിനാ പറഞ്ഞ അങ്ങനെ? ഇയാളുടെ ഭാര്യ വരുന്നു. അങ്ങനെയുള്ള രോഹിലന്റെ ഭാര്യ എങ്ങനെ അവനെ ഉപദ്രവിക്കാനാണ്? ഏതുവിധ ആരാധനയും അത് ഭക്തിപൂർവമെങ്കിൽ തനിക്ക് സ്വീകാര്യമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഉണ്ടാ, ഭാര്യ വരുന്നു പറഞ്ഞത് വെറുതെ പറഞ്ഞതാ. ഇയാൾ തന്നിഷ്ടക്കാരനായ ഒരു വ്യക്തിയാണ്. ഇയാളുടെ അഹന്തയും ദുശ്ചിന്തകളും ദുർവികാരം ഇയാൾ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇയാൾക്ക് മോശമായ ചിന്തകളാണ് ഇയാളുടെ മനസ്സിലുണ്ടാവുക. മോശമായ വികാരങ്ങളാണ്, ദുർവികാരങ്ങളാണ് ഉണ്ടാവുക. ഈ ദുശ്ചിന്തയെയും ദുർവികാരങ്ങളെയുമാണ് ബാബ ഭാര്യ വരും, ഭാര്യ ഭയങ്കരിയാണ്, ഭയങ്കര സ്വഭാവമുള്ളതാണ്, അവൾ വന്നാൽ നമ്മൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞത് ഈ ദുശ്ചിന്തേനെയും ദുർവികാരത്തെയുമാണ്. അപ്പൊ നമ്മളിൽ ദുശ്ചിന്ത, ദുർവികാരം മുതലായവ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ നാമജപം മുറുകെ പിടിക്കുകയും കുറേ പ്രാവശ്യം അത് ചൊല്ലുകയും വേണം. നമ്മുടെ ഉള്ളിലുള്ള ദുശ്ചിന്തകളും ദുർവികാരങ്ങളും ഇല്ലായ്മ ചെയ്യാൻ നാമജപം വളരെ പ്രധാനപ്പെട്ടതാണ്. നാമജപം വളരെ ഉപകരിക്കും എന്നാണ് ശ്രീ സായി അതിൽ കൂടി ആ രോഹിലന്റെ ആ സംഭവത്തിൽ കൂടി വ്യക്തമാക്കുന്നത്. ഈശ്വരനാമം കേൾക്കുമ്പോൾ അവ അകലുമല്ലോ. ഈശ്വരനാമം കേൾക്കുമ്പോൾ അകലും. അപ്പൊ നമ്മൾ ഈ ഈശ്വരനാമം ചൊല്ലണം, ഭജന ചൊല്ലണം, നാമം ജപിക്കണം അല്ലേ? ഇങ്ങനെ ഈശ്വരന്റെ കാര്യങ്ങളിൽ നമ്മൾ അനുദിനം ഏർപ്പെടണം, ഈശ്വരന്റെ സത്പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടണം എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ ഇല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത്, അങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നമുക്ക് ദുശ്ചിന്തകളായിരിക്കും ഉണ്ടാവുക, നമുക്ക് ദുർവികാരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സായീശ്വരൻ അങ്ങനെ പറഞ്ഞത്, നാമം ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ആ രോഹിലന്റെ ഉദാഹരണത്തിൽ കൂടി സായി വ്യക്തമാക്കിയത് അതാണ്. അപ്പൊ ഈ രോഹിലന്റെ ഉദാഹരണം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. അങ്ങനെ ഓർമ്മിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട് നമ്മൾ അത് ആ ഉദാഹരണം പറഞ്ഞു കൊടുക്കാനും കൂടി നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മളിൽ നല്ലതുപോലെ ഉറക്കും. ഒരു കാര്യം സദാ ഓർമ്മിക്കുക. ബാബ പറയുന്നു, ഒരു കാര്യം സദാ ഓർമ്മിക്കുക, നിങ്ങൾ എവിടെയായാലും എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഈശ്വരൻ എല്ലാം അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എങ്ങനെയാ ഈശ്വരൻ അറിയുന്നത്? ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയവാസിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രവൃത്തികളും ചിന്തകളും നല്ലതായാലും മോശമായാലും അതൊക്കെ ആരറിയുന്നുണ്ട്? ഈശ്വരൻ അറിയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം, നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ നിങ്ങളുടെ ഹൃദയവാസിയാണ്. ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങളിലും ഞാനുണ്ട്. പറഞ്ഞില്ലേ, ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങളിലും ഞാനുണ്ട്. ജഗജ്ജനനിയാണ്. മാത്രമല്ല അഖിലാണ്ട ബ്രഹ്മത്തിന്റെയും സൃഷ്ടി സ്ഥിതി സംഹാരകനും ഞാൻ തന്നെ. അഖിലാണ്ട ജഗത്തിന്റെ, ഈ മുഴുവൻ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരകനും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് എവിടെ നടന്നാലും ശരി ഞാനത് അറിയുന്നുണ്ട്. ഹൃദയവാസിയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഹേമന്ത് പാന്ത് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ തർക്കം കഴിഞ്ഞിട്ടാണ് സായിനെ കാണാൻ വേണ്ടി വരുന്നത്. സായി അത് അന്നേരം തന്നെ എടുത്ത് സൂചിപ്പിച്ചില്ലേ, ഇത്രയും ദൂരം നടന്ന ഈ തർക്കം എങ്ങനെയാണ് സായി ഈശ്വരൻ അറിഞ്ഞത് എന്ന് ഹേമന്ത് പാന്തിന് തന്നെ അത്ഭുതം തോന്നി. അതാണ് പറഞ്ഞ ഈശ്വരൻ നമ്മുടെ ഹൃദയവാസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ എല്ലാ ഇതും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ അമൃത വചനങ്ങൾ എന്നിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നവന് യാതൊരുവിധ ക്ലേശവും ഉണ്ടാകില്ല. എന്നിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നവൻ, നമ്മൾക്ക് ഭഗവാനിൽ ശ്രദ്ധ ഉണ്ടാവണം. ഭഗവാനിൽ ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്
നമ്മൾ ഈശ്വര പ്രവൃത്തികൾ, സത്പ്രവൃത്തികൾ ചെയ്യണം. സത്പ്രവൃത്തികൾ ചെയ്യണം, അല്ലേ? ഈശ്വര നാമം ജപിക്കണം, ഈശ്വരന്റെ കീർത്തനങ്ങൾ കേൾക്കണം, പാടണം, കേൾക്കണം, പാടണം, ഈശ്വരന്റെ കഥകൾ പറയണം, ഈശ്വരന്റെ കഥകൾ കേൾക്കണം. എല്ലാ ദിവസവും ഇത് തന്നെ കുറച്ച് കുറച്ച് നമ്മൾ ആവർത്തിച്ചു കൊണ്ട് നിന്നാൽ നമുക്ക് നമ്മുടെ മനസ്സ് ഏകദേശം ദുശ്ചിന്തകളിൽ നിന്നും ദുർവികാരങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് വിട്ടുനിൽക്കും. ആ വിട്ടുനിൽക്കാൻ വേണ്ടി ഈ പ്രവൃത്തികൾ നമ്മുടെ നിത്യജീവിതത്തിൽ സ്വീകരിച്ചേ പറ്റൂ. അമൃതവചനങ്ങൾ എന്നാൽ ശക്തമായ ചലനമുണ്ടാക്കി. ഇനി ഈ ജീവിതം മറ്റൊന്നിനും വേണ്ടിയില്ല, ഗുരുചരണ സേവക്കായി മാത്രം എന്നുറപ്പിച്ചു. ഉണ്ടോ? ഇനി ശ്രീ ഹേമന്ത് പാന്ത് പറയുന്നു, എനിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി. സായീശ്വരന്റെ ആ തൃപ്പാദം ഒന്ന് സ്പർശിച്ച മാത്രയിൽ തന്നെ എന്നിൽ എന്തെല്ലാമോ മാറ്റങ്ങൾ ഉണ്ടായി. കുറച്ചു സമയം സായീശ്വരനോട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്നിലുള്ള സംശയങ്ങളെല്ലാം നീങ്ങി. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട, ഇനിയുള്ള കാലം ഈ സായീശ്വരനെ സേവ ചെയ്ത് ഇവിടെ ഇരുന്നാൽ മതി എന്നൊരു തോന്നിച്ച അദ്ദേഹത്തിനും ഉണ്ടായി. സമ്പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ പോലും ഗുരു സാന്ദീപനിയെ വന്ദിച്ചു. ഗുരുവിനെ വന്ദിക്കുക, ഗുരുവന്ദനം പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ഏതൊരു കാര്യത്തിന് മുന്നിലും ഗുരുവിനെ നമ്മൾ എപ്പോൾ ഓർമ്മിക്കണം. ശ്രീകൃഷ്ണൻ പോലും അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ സാന്ദീപനിയെ അദ്ദേഹം വന്ദിച്ചിട്ടുണ്ട്. ഗുരുവിനെ ഒരിക്കലും അവഗണിക്കരുത്. ഗുരുവിനെ അവഗണിക്കുന്നവൻ ദുരന്തങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അവൻ ജനനമരണ ചക്രത്തിൽപ്പെട്ട് തിരിയും. അതിനാൽ ഈ ഗുരുചരിതം കേട്ട് നമുക്ക് സംസാരസാഗരം താണ്ടാം. ഈ ഗുരുചരിതം കേട്ട് നമുക്ക് സംസാരസാഗരം താണ്ടാം. നമ്മുടെ സംസാരമാകുന്ന സംസാരസാഗരത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് സംസാരസാഗരം കടക്കാൻ ഉള്ള ഒരു നൗകയാണ്, നാം പറഞ്ഞിട്ടുണ്ട്, ഒരു നൗകയാണ് സായി സച്ചരിതം. സംസാരസാഗരം കടക്കാനുള്ള ഒരു നൗകയാണ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ഒരു നൗകയാണ് ശ്രീ രാമായണം. ഇങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും, ഖുർആൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളെ സംസാര സാഗരം താണ്ടാനുള്ള ഒരു ഉപാധിയാണ്. അതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. ദുരന്തങ്ങൾ അനുഭവിക്കാൻ ഗുരുവിനെ അവഗണിക്കുന്നവൻ ദുരന്തങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഗുരുവിനെ അവഗണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവും. അവൻ ജനനമരണ ചക്രത്തിൽപ്പെട്ട് തിരിയും. ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാൽ ഈ ഗുരുചരിതം കേട്ട് നമുക്ക് സംസാരസാഗരം താണ്ടാം. ഞാൻ ഒരിക്കൽ കൂടി വായനക്കാരോട് അപേക്ഷിക്കുകയാണ്. ശ്രീ ഹേമന്ത് പാന്ത് പറയാണ്, ഒരിക്കൽ കൂടി വായനക്കാരോട് അപേക്ഷിക്കുകയാണ്, ദുർബലതയും നിദ്രയും ആലസ്യവും വിഷയസുഖങ്ങളും വെടിയൂ. എന്തെല്ലാം ഉപേക്ഷിക്കണം? വെടിയുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. എന്തെല്ലാം? ദുർബലത, നിദ്ര, ആലസ്യം, വിഷയസുഖം വെടിയൂ. സായിയുടെ അമൃതകഥകളിൽ ശ്രദ്ധയൂന്നു. സായിയുടെ അമൃത കഥകളിൽ ശ്രദ്ധയൂന്നു. സായീശ്വരന്റെ ഭാഗവതത്തിൽ ശ്രദ്ധയൂന്നു, രാമായണത്തിൽ ശ്രദ്ധയൂന്നു. അങ്ങനെ ഇപ്പം അതെല്ലാം ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലുമുള്ള സംഭവം. ഇത് സായീശ്വരൻ ഈ കലിയുഗത്തിലുള്ളത്. നമ്മളെ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. ഞാൻ ഒരിക്കൽ കൂടി വായനക്കാരോട് അപേക്ഷിക്കുകയാണ്, ദുർബലതയും നിദ്രയും ആലസ്യവും വിഷയസുഖങ്ങളും വെടിയൂ. സായിയുടെ അമൃതകഥകളിൽ ശ്രദ്ധയൂന്നു. കഠിന സാധനകൾ കൊണ്ട് തളരണ്ട. നമ്മുടെ ശരീരത്തിന് കഠിനമായ സാധനകൾ ഒന്നും ചെയ്യിക്കണ്ട. അവിടുത്തെ കഥകൾ കേൾക്കുക എന്ന സുലളിതമായ സാധന മാത്രം മതി. അജ്ഞാനം നശിക്കും, മോഹമകലും, ശാന്തി കൈവരും. ഇതല്ലേ വേണ്ടത്? അജ്ഞാനം നശിക്കും, മോഹം അകലും, മോഹമുണ്ടാവുകയില്ല, ശാന്തി കൈവരും. പിശുക്കൻ എവിടെയായാലും അവന്റെ മനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണത്തിൽ തന്നെ. അതുപോലെ സായീശ്വരന്റെ അമൃതകഥകളിൽ മനസ്സുറപ്പിക്കൂ. നമ്മളെ പിശുക്കന്മാർ എവിടെ പോയാലും പണത്തിൽ തന്നെയായിരിക്കും അവന്റെ ശ്രദ്ധ ഉണ്ടായിരിക്കുക. നമ്മൾ സായി കഥകളിൽ, സായി ചരിതത്തിൽ നമ്മുടെ ശ്രദ്ധ ഉറപ്പിക്കുക. പ്രിയ സജ്ജനങ്ങളെ, സായീശ്വരൻ ആദ്യമായി ശ്രുതിയിൽ വന്ന കാര്യം അടുത്ത അധ്യായത്തിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഈ സായീശ്വരന്റെ 3-ാം അധ്യായം നമ്മളിവിടെ പറഞ്ഞതു. ഇനി 4-ാം അധ്യായമാണ് സായീശ്വരൻ ശ്രുതിയിൽ എന്നുള്ള ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത്. അത് നമുക്ക് നാളെ വായിക്കാം.
മൂന്നാം അധ്യായം നമ്മളിവിടെ പൂർത്തിയാക്കി. 4-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കേണ്ടത്. 4 ദിവസം നമ്മൾ സായിയുടെ സച്ചരിതം പറഞ്ഞു. ഇനി 5-ാമത്തെ ദിവസമാണ് നമ്മൾ പറയാനുള്ളത്. കേൾക്കുന്ന ആൾക്കാർ അത് കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇത് കഥകൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ കഥ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളുടെ സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആൾക്കാർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.